ഹേയ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഈദ് വ്ളോഗായിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് തമിഴിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ളതുപോലെ തന്നെ മിസു വന്നിട്ട് മൈലാഞ്ചിയിൽ ഇട്ടിരുന്നുണ്ട്. നമ്മൾ സാധാരണ നോമ്പൊക്കെ തുറന്ന് പ്രേയറൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് തക്ബീർ ചൊല്ലുന്ന കേട്ടു. അപ്പോൾ പെരുന്നാളെന്നങ്ങ് ഉറപ്പിച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഫിത്രരി വാരി പിന്നെ മൈലാഞ്ചിയിൽ ഇടലാണ് കേട്ടോ. മിസുവാണ് എപ്പോഴും മൈലാഞ്ചി ഇട്ടിരുത്ത്, ഓള് കുറച്ച് വലുതായതിന് ശേഷം. പിന്നെ എൻ്റെ മോളുടെ ആദ്യത്തെ ഈദാണ്, അത് ഒരു സ്പെഷ്യൽ കൂടിയാണ് അതുകൊണ്ട് എനിക്ക്. അപ്പോൾ എസാച്ചിന് മൈലാഞ്ചിട്ടിട്ട് അമ്മയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ എനിക്ക് വേറൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ലൈക്കും കമൻറ്റും ഒന്നും ഇടാൻ നിങ്ങൾ മറക്കണ്ട. അതൊക്കെ വെറുതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കാര്യമല്ലേ, അപ്പോൾ ഇട്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്കൊരു 10Kയും അല്ലെങ്കിൽ ഒരു 100K ഒക്കെ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അടുക്കളയിൽ പോയിട്ട് നാളത്തേക്ക് വേണ്ടുന്ന കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈദിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഡെസേർട്ട് നിർബന്ധമാണ്. ഞാൻ എന്തെങ്കിലും ചെറിയൊരു ഡെസേർട്ടെങ്കിലും ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ക്രീം പുഡിംഗ് ആണ് കേട്ടോ. അപ്പം ബിസ്ക്കറ്റ് ലെയറും അതിൻ്റെ മേലെ ചോക്ലേറ്റ് ലെയർ, പിന്നെ കുറച്ച് നട്ട്സ്. ഇനി നെക്സ്റ്റ് ലെയറിൽ നമുക്ക് ക്രീം കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇതൊന്നിങ്ങനെ ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് പിന്നെ അടുത്ത ലെയറിൽ നമ്മൾ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയ ട്രേ ആയതുകൊണ്ടാണ് 2 ട്രേയിലാക്കിയത്. കുറച്ച് വലിയ ട്രേ ഉണ്ടെങ്കിൽ അതിൽ ആക്കിയാലും മതി കേട്ടോ, പുഡിംഗ് ട്രേ. എന്നിട്ട് നമുക്ക് കുറച്ച് സെറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫുൾ റെസിപ്പി ഇൻഷാല്ല പിന്നീട് വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ പെരുന്നാളിൻ്റെ സമയത്ത് നമുക്ക് റെസിപ്പിയൊന്നും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ടാസ്ക്കാണ്. എല്ലാ വ്ളോഗും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് സെറ്റാവില്ല. അപ്പോഴേക്ക് ഇതാ അമേലിൻ്റെ 2 കയ്യിലും കുറച്ച് നേരം വെക്കാൻ വേണ്ടി മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ചോന്നിട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ ഒരു പേടി പോലെ. ഓർഗാനിക് അല്ലാത്തൊരു മൈലാഞ്ചിയാണ്, പക്ഷേ ബിഗ് ബി പോലത്തെ ഒന്നുമല്ല. കുറച്ച് നല്ല മൈലാഞ്ചിയുടെ ആ ഒരു മണമുള്ളൊരു മൈലാഞ്ചിയാണ്, എന്നാലും ചെറിയ കുഞ്ഞിയായതുകൊണ്ട് ഒരു പേടി. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ലെയർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഗനാഷ് ഫുള്ള് കവർ ചെയ്യുന്നില്ല, കുറച്ചിങ്ങനെ ഒഴിച്ചിട്ട് ബാക്കി ഫുള്ളൊന്ന് ഒരു മാർബിൾ എഫക്റ്റ് അതുപോലെ ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഫുൾ ലെയർ സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് ബൂസ്റ്റോ അല്ലെങ്കിൽ കുറച്ച് കോഫി പൗഡറോ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് നട്ട്സും. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കലാന്ന് കേട്ടോ. നെയ്പ്പത്തിലും ബീഫ് കറി ആയിരുന്നു അന്നത്തെ ഫുഡ്. അപ്പോൾ നെയ്പ്പത്തിലും ബീഫ് കറിയൊക്കെ കഴിച്ച് കുട്ടികളും ഭക്ഷണം കഴിച്ച്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് മിസു വീട്ടിൽ പോയി ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് വന്ന് ഇവിടുന്ന് കഴിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. എന്നിട്ട് എനിക്ക് മൈലാഞ്ചി ഇട്ടുതരാമെന്ന് പറഞ്ഞ് അങ്ങനെ 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മൈലാഞ്ചി ഇട്ട് കഴിയുമ്പോഴേക്ക്. അങ്ങനെ ഓള് വരാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 11 മണിയൊക്കെ. അങ്ങനെ പിന്നെ മൈലാഞ്ചിയെല്ലാം ഇട്ടിട്ട് ഉറങ്ങി. പിന്നെ പിറ്റേന്ന് രാവിലെ എൻ്റെ മൈലാഞ്ചി ആ സെയിം എപ്പോഴുള്ള പോലെ തന്നെ ഓറഞ്ച് കളറിലാണ് ഇട്ടുണ്ടായത്. അപ്പോഴേക്ക് അർമാനും ഉപ്പിയും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു 8 മണിയൊക്കെ ആയപ്പോൾ. പിന്നെ മിസു കുളിച്ച് മാറ്റി വന്നിട്ട് അമേലിനെ എണീപ്പിക്കുന്നുണ്ട്. എസാച്ച് നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് എസാച്ചിൻ്റെ പണിയാട്ടോട്ടോ. രാത്രി ഇങ്ങനെ എടുത്ത് വെക്കും ഡ്രസ്സെല്ലാം പിറ്റേന്നൊക്കെ വേണ്ടുന്ന, അതുപോലൊരു ശീലാക്കി. പിന്നെ ഉമ്മാൻ്റെ മീൻ ഫ്രൈ റെഡി ആകുന്നുണ്ട്. നമ്മൾ ഇപ്രാവശ്യം മീൻ ബിരിയാണിയാണ്, അയക്കൂറ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് റെഡി ആകുന്നുണ്ട്. അപ്പോഴേക്ക് ഞാനിത് അമേലിനെ കുളിപ്പിച്ചൊന്ന് ഫ്രഷാക്കി ഓക്ക് രാവിലെ കുളിച്ചിട്ട് മാറ്റുന്ന ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും. ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ആ ഒരു ക്യൂട്ടായിട്ടുള്ളൊരിത് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. ഒരു എസ്തറ്റിക് ഒരു ലുക്കില്ലേ ആ ഒരു ഡ്രസ്സ്. അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല രസം തോന്നിയിട്ട് വാങ്ങിയാണ്. അങ്ങനെ കുറേ ശ്രമിച്ചു ഒരു ഫോട്ടോയിൽ എടുക്കാൻ. 1-2 ഫോട്ടോ കിട്ടി, വലിയ ഇതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോഴേക്കിതാ അർമാന് പള്ളിയിൽ നിന്നെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അവരെ പാടായി കുറച്ചു നേരം അവരുടെ കളിയും തമാശകളും. അപ്പോഴേക്കിതാ നമ്മൾ എസാച്ച് റെഡി ആയിട്ടുണ്ട്. ഓള് ഫുൾ ഇപ്രാവശ്യം കൊറിയൻ ലുക്കാണ് കേട്ടോ. അപ്പോൾ കൊറിയൻ ലുക്കായതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലും ഒക്കെയാണ്. അപ്പോൾ ഓൾ തന്നെ ഫുള്ള് സെറ്റായതാണ്, ഞാൻ റെഡിയാക്കി കൊടുത്തൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഓൾ തന്നെ ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നുണ്ട് സിമ്പിളായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഒരു ഇന്നറും ഒരു ടോപ്പും വരുന്ന ഒരു ഫുൾ ഗൗണാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ എടുത്തത്.
പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്താ, കസ്റ്റേർഡ് ഫലൂദ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഫ്രൂട്ട് കസ്റ്റേർഡ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കാണാത്തവർ പോയിട്ട് നോക്കിക്കോ. ഇത് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൽ ഇനി ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ മേലെ ടോപ്പിൽ ഐസ്ക്രീം വെച്ച് കൊടുക്കാൻ തന്നെ എൻ്റെ ഉമ്മക്ക് നിർബന്ധം കസ്റ്റേർഡ് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ കസ്റ്റേർഡൊക്കെ റെഡി ആകുമ്പോഴേക്കും മിസുവും ഓളെ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു. മാറ്റിയിട്ട് മിസു നല്ല അടിപൊളി ചുരിദാറൊക്കെയാണ് ഇപ്രാവശ്യം എടുത്തത്. മിസു യസുവിന് അമ്മയിലേക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഓള് വാങ്ങുന്നില്ല. മിസു പ്ലിങ് ആയി ഗൈസ്, ഓള് കളിയുടെ തിരക്കിലാണ്. അപ്പോൾ മിസുവിന് പുഡിങ് വേണമെന്ന് ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ പുഡിങ് ഞാനാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. നല്ല ടേസ്റ്റി പുഡിങ് ആയിരുന്നു, നല്ല നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെ ഉമ്മാൻ്റെ ബിരിയാണിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്, മീൻ ബിരിയാണി. പിന്നെ മിസുവിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ഇതാ അമേലിയന അർമാനും ഹെസാച്ചും കൂടി ഡ്രസ്സെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ തന്നെയാണ് കേട്ടോ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്ത്, മാറ്റിയിട്ട് ഷൂവും ഡ്രസ്സും ഹെയർബൻഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. ഞാനൊരു ഡ്രസ്സും അങ്ങനെ എടുക്കില്ല, എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി. ആദ്യം ഇതിൻ്റെ ഒരു ബ്ലാക്ക് ആയിരുന്നു എടുത്തത്, അത് സൈസ് ചെറുതായിട്ട് ഇതെടുത്തു. നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല കേട്ടോ, വേറെ ഡ്രസ്സൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടിട്ടും മാഷാല്ലാ നല്ല ക്യൂട്ടായിട്ടുണ്ടേനു. അങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റി കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലാന്ന് കേട്ടോ. ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ഡ്രസ്സ് ചെയ്യലാണ്. പിന്നെ ഞാൻ എവിടെയെങ്കിലും പോവാമെന്ന് വിചാരിച്ചിട്ട് നിന്നിട്ട് കുറച്ച് ലേറ്റായിട്ട് ഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം കുളിച്ചിട്ടൊരു നൈറ്റിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റി ഡ്രസ്സെല്ലാം ചെയ്ത് പോകാൻ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ബ്രദറിൻ്റെ വൈഫും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഓളുടെ ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മൾ സംസാരിച്ചിരുന്നു. അവർ കുടിക്കാനൊക്കെ കുടിച്ചു, പുഡിങ്ങൊക്കെ തിന്ന്. ഫറാൻ ഐസ്ക്രീമെല്ലാം തിന്നലാണ്. എനിക്ക് ഇങ്ങനത്തെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അങ്ങനെ പിന്നെ അവരെല്ലാം തിരിച്ചു പോയി. നമ്മൾ നേരെ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് നേരെ നമ്മൾ തലശ്ശേരി ഒന്ന് ടൗണിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. ഡൗൺ ടൗൺ മാളിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ച്. കുട്ടികൾ കുറേ ആയി മാളിൽ പോകണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നോമ്പിന് മുന്നേ പറയാൻ തുടങ്ങിയിട്ടുണ്ടേനും. അങ്ങനെ ഏതായാലും നോമ്പ് പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെരുന്നാൾക്ക് തന്നെ ആയി. അപ്പോൾ കുട്ടികൾക്കൊരു എൻജോയ്മെൻറ്റും കൂടി ആയി. അങ്ങനെ വിചാരിച്ചിട്ട് പോയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റഷായിരുന്നു, പോയിട്ട് പോവണ്ടെന്നായിരുന്നു. അത്രക്ക് തിരക്കും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവർ 2-3 റൈഡിൽ കയറി, നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്ന്. അങ്ങനെ രണ്ടാളും കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മളും നിൽക്കണമല്ലോ, നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. പിന്നെ അമേലിയ അവിടെ പോകുമ്പോൾ തന്നെ ഉറക്കമായിരുന്നു, അതുകൊണ്ട് പിന്നെ സീനില്ല, ഉറക്കം തന്നെ ആയിരുന്നു. അതുകൊണ്ട് കരച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഉറങ്ങി. അങ്ങനെ അർമാൻ 2-3 ഗെയിം കയറി വന്നിട്ട് ഹെസാച്ചുവിൻ്റെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാമല്ലോ. ഇതിൻ്റെ ഉള്ളിൽ കുറേ ചാടാനും ആടാനും പാടാനൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഓള് അതിലാണ് കയറിയത്, അർമാൻ വേറെ പുറത്ത്. അതിൻ്റെ ഇടയിൽ അർമാൻ ഒരു ഗെയിമിൽ ഒരു ടെഡ്ഡി ബെയറിനെ കിട്ടിയിട്ടുണ്ട് അർമാനെ, അമേലിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അമേലി എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കോർട്ടിലേക്ക് പോയി നമ്മൾ. അവിടെ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്, ലൈറ്റായിട്ട് എന്തെങ്കിലും ഇങ്ങനത്തെ തണുത്തതല്ലാത്ത എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. കാരണം എനിക്കും എൻ്റെ ഉമ്മാക്കും എല്ലാം ഇങ്ങനെ തണുപ്പ് വരാനായിട്ടുണ്ട്, തുമ്മലും ഇതുമെല്ലാം ഇങ്ങനെ ഉണ്ടേനും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും സ്നാക്സ് പോലത്തെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ലോഡഡ് ഫ്രൈസ് ആയിരുന്നു. ലോഡഡ് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ലോഡഡ് ഫ്രൈസ് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി ആൻഡ് സ്പൈസി എന്നെല്ലാം പറഞ്ഞിട്ട് അത്രയും വലിയ ക്രീമി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ ഇതാക്കുന്ന പോലത്തെ ഒരു ലോഡഡ് ഫ്രൈസ്, വലിയ ടേസ്റ്റൊന്നുമില്ല. പിന്നെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പം കുഴപ്പമില്ല.
റേറ്റിന് അത്ര വേർത്തല്ലാന്ന് തോന്നിയിട്ടുണ്ട്, അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്തുണ്ട് ഒരു കഫേ, അവിടെയുള്ള ലോഡഡ് ഫ്രൈസ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ലോഡഡ് കഴിച്ചിട്ട് ഒരു മതിയാവാത്ത പോലെ ആയിട്ട് നമ്മളൊരു പിസയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോൾക്ക് കൊടുക്കാനും കൂടിയാണ് ഓർഡർ ചെയ്തത്, കാരണം ലോഡഡ് ഫ്രൈസ് കുറച്ച് സ്പൈസി ആയതുകൊണ്ട് അമ്മയിലേക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു പിസക്കും കൂടി ഓർഡർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ പിന്നെയും വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അങ്ങനെ പിസ വന്നിട്ടുണ്ട്. പിസ ഓരോ പീസ് ഓരോരുത്തർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്, മീഡിയം പിസ. അങ്ങനെ പിസ എത്തിയിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് കുറച്ച് പിസ വായിൽ വെച്ച് കൊടുത്തു. ഓൾക്ക് ഇഷ്ടമായിന് പിസ. ഓൾക്ക് ഇങ്ങനത്തെ ക്രീമി ഇങ്ങനത്തെ സോസും മയോണീസൊക്കെ ഉള്ള ചീസൊക്കെ ഉള്ള എല്ലാ ഐറ്റംസും ഇഷ്ടമാണ്. ഓൾക്ക് കൊടുത്താൽ കഴിക്കലുണ്ട്. അങ്ങനെ നമ്മൾ പിസയെല്ലാം കഴിച്ച് ഒരു സ്പ്രൈറ്റും വാങ്ങി കുടിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് പോകണം കേട്ടോ, ലിഫ്റ്റ് കയറി താഴത്തേക്ക്. പിന്നെ ആ സമയമാകുമ്പോഴേക്കന്നെ നല്ല ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ സമയം അതിൻ്റെ ഉള്ളിൽ കയറി അറിയില്ലല്ലോ എത്ര സമയമായി എന്നുള്ളത്. നമ്മളൊരു 6 മണി 5:30 6 മണി ആകുമ്പോഴേക്കാണ് വന്നത്. പോകാൻ നേരത്ത് 8:30 9 മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡൗൺ ടൗൺ മാൾ എന്നുള്ള എഴുതിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല, കാരണം വീഡിയോ കുറേ ആയി. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. പെട്ടെന്ന് തന്നെ ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായതുകൊണ്ട് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം അങ്ങനെയൊക്കെ അടിച്ച് പൊളിച്ച് അൽഹംദുലില്ലാ. അങ്ങനെ ഇപ്രാവശ്യത്തെ നോമ്പും പെരുന്നാളും ഒക്കെ റാഹത്തായിട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ ഇടുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളി. അതുപോലെ ലൈക്ക് കാണുന്നവരിടാൻ മറക്കണ്ട. ഒരു ലൈക്ക് ഇതിന് അത്രയും വാല്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെന്താ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.